breathing and exchange of gases. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. Question number 1. Oxyhemoglobin is formed when PO2 is high. But oxyhemoglobin dissociate when the PCO2 is high hydrogen concentration and high temperature. Right, what happens to oxyhemoglobin in the alveoli and body tissues? ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് PO2 അധികമാവുമ്പോഴാണ് ഓക്സിഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത്. ഇനി ഓക്സിഹീമോഗ്ലോബിന് ആൽവിയോളയിലും ബോഡി ടിഷ്യൂസിലും എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ, oxyhemoglobin in the body tissues dissociates into oxygen and hemoglobin. ടിഷ്യൂവിൽ വെച്ചിട്ട് ഓക്സിഹീമോഗ്ലോബിന് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. But in the alveoli, the oxygen can bind with the hemoglobin in a reversible manner to form oxyhemoglobin under favorable condition. പക്ഷേ അൽവിയോളയിൽ ഓക്സിജൻ കൂടുതലുള്ള സമയമാണ്. അവിടെ വെച്ചിട്ട് ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഓക്സിഹീമോഗ്ലോബിനായിട്ട് മാറും. അപ്പോൾ അതിന് ഒത്തിരി ഫേവറബിൾ കണ്ടീഷൻസ് വേണം. അത് നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. In a 400-meter race competition, Adira won first place. Her friends commented that it is due to her vital capacity. ഒരു 400 മീറ്റർ റേസിൽ ആതിരയ്ക്ക് 1ാം സ്ഥാനം കിട്ടി. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞു അത് അവളുടെ വൈറ്റൽ കപ്പാസിറ്റി പ്രകാരമാണെന്ന്. എന്താണ് നിങ്ങൾ വൈറ്റൽ കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈറ്റൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? 2010 വന്ന ക്വസ്റ്റ്യൻ ആണ്. Vital capacity is the maximum volume of air a person can breathe in after forced expiration. This includes ERV, TEV and IRV. എന്ന് വെച്ചാൽ ഒരു മാക്സിമം വോള്യൂം ഓഫ് എയർ ഒരു മനുഷ്യന് അയാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം വോള്യൂം ഓഫ് എയറിനെ ഇൻടേക്ക് ചെയ്യാൻ പറ്റുമോ എപ്പോൾ? ഫോഴ്സ് ആയിട്ട് എക്സ്പയർ ചെയ്തതിന് ശേഷം. അതിന് പറയുന്ന പേരാണ് വൈറ്റൽ കപ്പാസിറ്റി. അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് പറയാം, ദ മാക്സിമം വോള്യൂം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. നന്നായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് ഇൻസ്പയർ ചെയ്തതിന് ശേഷം അയാൾ എത്രത്തോളം ആണോ പുറത്തേക്ക് വോള്യൂം ഓഫ് എയറിനെ റിലീസ് ചെയ്യുന്നത് അതിനും വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയാം. അപ്പോൾ അതിൽ 3 കാര്യങ്ങൾ വരും. ഏതൊക്കെയത്? ERV, എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം, TEV, tidal volume and IRV. IRV is inspiratory reserve volume. ഇനി എന്തൊക്കെ വഴിയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക? 1. എക്സസൈസ് മോർ ഫ്രീക്വൻ്റ്ലി വിച്ച് ക്യാൻ ഹെൽപ്പ് യുവർ ലങ്സ് ഫങ്ഷൻ പ്രോപ്പർലി. നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രീത്തിങ്ങിൻ്റെ കപ്പാസിറ്റി നമുക്ക് കൂടും. അതേപോലെ ലങ്സിൻ്റെ ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യും. ആൻഡ് ഇംപ്രൂവ് ഇൻഡോർ എയർ ക്വാളിറ്റി. നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇൻഡോറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിലുള്ള എയറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഡോറിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ആ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ഇൻടേക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈറ്റ് ഫുഡ്സ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസിൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ആൻഡ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. And question number 3. Identify the PO2 where 50% saturation of Hb with oxygen. Mention the factors favorable for the formation of oxyhemoglobin in alveoli. ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ PO2 സാച്ചുറേഷൻ 50% ആവുന്നത് എപ്പോഴാണെന്നാണ്. അപ്പോൾ 50% നമുക്ക് ഇവിടെ നോക്കിയാൽ കണ്ടാവും. ഇവിടെ അത് 60 ആണ്, ഇത് 40 ആണ്. അപ്പോൾ ഇവിടെയാണ് 50. ആ 50 വന്ന് നിൽക്കുന്നത് ഏത് പാർഷ്യൽ പ്രഷറിലാണ്? ഇവിടെയാണ്. ദാറ്റ് ഈസ് 20യുടെയും 40യുടെയും ഇടയിൽ. 20യുടെയും 40യുടെയും ഇടയിൽ എന്താ വരിക? 30 ആണ് വരിക. 10 മെഷർമെൻ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എന്തായിരിക്കും? 30 ആയിരിക്കും. ഇനി മാത്രമല്ല ക്വസ്റ്റ്യന് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1. PO2 30 mm Hg ആണ്. പിന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ PO2, ലോ PCO2, ലെസ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആൻഡ് ലോ ടെമ്പറേച്ചർ. ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ആണ്.
അതായത് ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. അതായത് ഹൈ PO2 ആയിരിക്കും എപ്പോഴും ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ അത് ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യൂല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ഐഡന്റിഫൈ ദ 2 true statements from the statement given below and rewrite the 2 false statement correctly. താഴെ തന്നിരിക്കുന്നതിൽ 2 എണ്ണം തെറ്റുണ്ട്, 2 എണ്ണം ശരിയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും വായിച്ചു നോക്കാം. ഫസ്റ്റ്, ന്യൂമോണിയ ഈസ് എ ക്രോണിക് ഡിസോർഡർ ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ന്യൂമോണിയ. 2, CO2 കമ്പൈൻ വിത്ത് HB ടു ഫോം കാർബാമിനോ ഹീമോഗ്ലോബിൻ. കാർബാമിനോ ഹീമോഗ്ലോബിനും ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡും HBയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. 3, റെസ്പിറേറ്ററി റിതം ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ റെസ്പിറേറ്ററി സെൻറ്റർ ഇൻ ദ ഹാർട്ട്. ഹാർട്ടിലെ റെസ്പിറേറ്ററി സെൻറ്ററാണ് റെസ്പിറേറ്ററി റിതത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. 4, അൽവിയോളൈ ആർ ദ പ്രൈമറി സൈറ്റ്സ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്ന ആദ്യത്തെ സൈറ്റ് എന്ന് പറഞ്ഞാൽ അൽവിയോളൈ ആണ്. ഇതിൽ നമുക്കറിയാം ഓപ്ഷൻ ബിയും ഡിയും കറക്റ്റാണ്, അതിൽ ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ എ തെറ്റാണ്. എ, ന്യൂമോണിയ ഈസ് എ ക്രോണിക് ഡിസോർഡർ ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. ന്യൂമോണിയ എന്നുള്ളത് സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് വരുന്ന ഒരു ക്രോണിക് ഡിസോർഡർ ആണ്. ന്യൂമോണിയ അല്ല, എംഫൈസീമയാണ് ആൻസർ. ഇനി സിയിൽ റെസ്പിറേറ്ററി റിതം ഈസ് മെയിൻറ്റെയിൻഡ് ബൈ റെസ്പിറേറ്ററി സെൻറ്റർ ഇൻ ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാർട്ടിലല്ല, പോൺസിലും മെഡുല്ലയും ആണ് ആൻസർ വരേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഈസ് എ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ അൽവിയോളാർ കാപ്പില്ലാരി? അൽവിയോളാർ കാപ്പില്ലാരിയിലുള്ള പാർഷ്യൽ പ്രഷർ എന്താണ്? ഇതിൽ നോക്കിയാൽ അറിയാം എന്താണുള്ളതെന്ന്. PO2 എന്നുള്ളതാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. നെയിം ദ ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ദ എബോവ് സ്ട്രക്ചർ. ഇവിടെ വരുന്ന ബയോളജിക്കൽ പ്രിൻസിപ്പിളിന്റെ പേരെന്താണ്? വാട്ട് ഹാപ്പൻസ് വെൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ബിക്കംസ് സെയിം ഇൻ ദ അൽവിയോളൈ ആൻഡ് അൽവിയോളാർ കാപ്പില്ലാരി? ഇതാണ് അൽവിയോളാർ കാപ്പില്ലാരി. ഈ അൽവിയോളാർ കാപ്പില്ലാരിയിലും ഈ അൽവിയോളസിലും ഒരേപോലെ പാർഷ്യൽ പ്രഷർ വന്നാൽ എന്ത് സംഭവിക്കും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. PO2ൻ്റെ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 104 ആണ്. പിന്നെ അതിലെ ബയോളജിക്കൽ പ്രോസസ്സ് ഡിഫ്യൂഷനാണ്. അൽവിയോളയിലും അൽവിയോളാർ കാപ്പില്ലാരിയിലും ഒരേപോലെ PO2 ആവുന്ന സമയത്ത് ദ എക്സ്ചേഞ്ച് ഡസ് നോട്ട് ടേക്സ് പ്ലേസ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. പ്രിപ്പയർ an equation for a chemical reaction using the following components: കാർബോണിക് അൺഹൈഡ്രേസ്, കാർബോണിക് ആസിഡ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ 4 ഫാക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക: CO2 + H2O ഗിവിങ് H2CO3. അതിന് ആ ഒരു റിയാക്ഷന് വേണ്ടിയിട്ടുള്ള എൻസൈമിൻ്റെ പേരാണ് കാർബോണിക് അൺഹൈഡ്രേസ്. സെയിം എൻസൈം തന്നെയാണ് H2CO3നെ റിവേഴ്സിബിളായിട്ട് HCO3 + H+ അയോൺസ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ കാർബോണിക് അൺഹൈഡ്രേസ് 2 സ്ഥലത്തും വരുന്ന ഒരു എൻസൈമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 7. പിക്ക് ഔട്ട് ദ റോങ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ. ഇതിലേതാണ് റോങ്? VC is equal to ERV plus IRV plus TV. TLC is equal to VC plus RV. TV is equal to 500 ml. ERV is equal to 3000 ml. Answer: ERV is equal to 3000 ml. അതാണ് തെറ്റ്. ERV is averages 1000 to 1100 ml. It is the additional volume of air a person can expire by a forcible expiration. Additional volume of air a person can expire by a forceful expiration എന്നുള്ളതാണ് ഏത് വരുന്നത്? ERV വരുന്നത്. ആ ERV ഏകദേശം 1000 ml മാത്രം, 1000 to 1100 മാത്രമേ വരുള്ളൂ, 3000 വരില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നെയിം ദ ബയോളജിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഗ്യാസ് എക്സ്ചേഞ്ച് ഷോൺ ഇൻ ദ പിക്ചർ. ഇതിൽ വരുന്ന ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ പേരെന്താണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നത്. ഹൗ ദ ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ സെൽസ് ഫ്രം ദ അൽവിയോളൈ. ഓക്സിജൻ എങ്ങനെയാണ് സെൽസിലേക്ക് അൽവിയോളിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഡിഫ്യൂഷനാണ് ഒന്നാമത്തതിൻ്റെ ആൻസർ. പിന്നെ എങ്ങനെയാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ RBCs ഇൻ ദ ബ്ലഡ്. RBC ആണ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. 97% അങ്ങനെയാണ്, ഇൻ ദ ഫോം ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ കമ്പൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ RBC. ആൻഡ് 3% ട്രാൻസ്പോർട്ടഡ് ഇൻ എ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ. പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ബാക്കി 3% ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. Question number 9. Blood transports carbon dioxide from tissues to lungs by various means. Mention any 2 methods of the same.
ബ്ലഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പല മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ ഏതെങ്കിലും 2 മെത്തേഡ് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 20-25% കാർബാമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ്. ബാക്കി വരുന്നത് ബൈകാർബണേറ്റ്സ് ആയിട്ടും കാർബോണിക് ആസിഡും ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഈസ് പ്രസൻറ്റഡ് ബൈ ദ എബോവ് ഗ്രാഫ്? ഈ ഗ്രാഫിൽ എന്താണ് കാണിക്കുന്നത്? റൈറ്റ് എനി 3 ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ഇൻഫ്ലുവൻസ് എ സിഗ്മോയിഡ് കർവ് ഓഫ് ദ ഗ്രാഫ്. ഇതിൻ്റെ സിഗ്മോയിഡ് കർവിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? അപ്പോൾ ഗ്രാഫിൻ്റെ പേര് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇനി എങ്ങനെയാണ് ഈ സിഗ്മോയിഡ് കർവ് കിട്ടുന്നത്? വെൻ പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഈസ് പ്ലോട്ടഡ് എഗെയിൻസ്റ്റ് PO2. അതായത് ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള സാച്ചുറേഷൻ്റെ Y ആക്സിസിലും PO2 X ആക്സിസിലും നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മോയിഡ് കർവ്. ഓക്കെ, ഇനി അതിനെ ആ ഡിസോസിയേഷൻ ഗ്രാഫിനെ അല്ലെങ്കിൽ ആ സിഗ്മോയിഡ് കർവിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 എണ്ണമാണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണം. PCO2, PO2, H+ അയോൺ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഈ 4 ഫാക്ടേഴ്സ് പല ക്വസ്റ്റ്യനിലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11. Asthma and emphysema are 2 disorders of human respiratory system. Mention their causes and symptoms. ഇതിൽ പറഞ്ഞിരിക്കുന്ന 2 അസുഖങ്ങളാണ്. അതിൻ്റെ കോസ് എന്താണ്, സിംറ്റംസ് എന്താണ്? ആസ്മ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആണ് ആസ്മ എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ബ്രോങ്കയിലെയും ബ്രോങ്കിയോൾസിൻ്റെയും ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ആസ്മ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ അസുഖം എംഫൈസീമയാണ്. എംഫൈസീമ എന്ന് പറഞ്ഞാൽ ക്രോണിക് ഡിസോർഡർ ആണ്. അൽവിയോളർ വാൾസ് ഡാമേജ് ചെയ്യും. അൽവിയോളർ വാൾസ് ഡാമേജ് ചെയ്യുന്ന സമയത്ത് റെസ്പിറേറ്ററിൻ്റെ സർഫസ്, അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയ കുറയും. ഇത് ഉണ്ടാവാനുള്ള റീസണ് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 12. കറക്റ്റ് ദ ഫോളോയിങ് മിസ്കൺസെപ്ഷൻ ഓഫ് എ സ്റ്റുഡൻറ്റ് റിഗാർഡിംഗ് ദ ഹ്യൂമൻ റെസ്പിറേഷൻ. ഹ്യൂമൻ റെസ്പിറേഷനെ കുറിച്ച് ഒരു കുട്ടിക്കുള്ള മിസ്കോൺസെപ്റ്റ് നമ്മൾ തിരുത്തി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ആ കുട്ടിയുടെ മിസ്കോൺസെപ്റ്റ്? വൈറ്റൽ കപ്പാസിറ്റി ഇൻക്ലൂഡ് ടൈഡൽ വോളിയം, റെസിജ്വൽ വോളിയം ആൻഡ് ഡെഡ് എയർ. ഇത് ശരിയല്ല. അപ്പോൾ അതെന്താണ് ശരിക്കും വരിക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. 2. റെസ്പിറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ നെർവ് സെൻറ്റേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ഹൈപ്പോതലാമസ് ആൻഡ് സെറിബ്രം. റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസും സെറിബ്രവും ആണ്. അപ്പോൾ ആൻസേഴ്സ്: vital capacity includes ERV, TV and IRV. അതായത് ടൈഡൽ വോളിയം, റെസിജ്വൽ വോളിയം, ഡെഡ് എയർ എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. അതിന് പകരം ERVയും TVയും IRVയും ആണ് ആൻസർ വരേണ്ടത്. അടുത്തത് റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നത് പോൺസിലെയും മെഡുലയിലും നെർവസ് സെൻറ്റേഴ്സ് ആണ്, ഹൈപ്പോതലാമസും സെറിബ്രമോ അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 13. Carefully observe the given sigmoid curve on the graph and answer the following questions. What does the graph indicates? What are the 3 factors affecting the sigmoid patterns of the graph? നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൻ്റെ ഗ്രാഫിൻ്റെ പേരെന്താണ്, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഗ്രാഫിൻ്റെ പേര് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് എന്ന് നിങ്ങൾക്ക് എഴുതാം. The factors affecting sigmoid curve are PO2, PCO2, temperature and H+ ion concentration. Question number 14. Carbon dioxide is transported in the form of bicarbonate ion is picturized below. Observe the diagram, identify the enzyme noted. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് H2CO3 ആവുന്ന സമയത്ത് ഇവിടെ ഒരു എൻസൈമിൻ്റെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ എൻസൈമിൻ്റെ പേരെന്താണ്? ആൻസർ നമുക്കറിയാം, കാർബോണിക് അൺഹൈഡ്രേസ്. Question number 15. Diagrammatic representation of carbon dioxide in man is given. Observe and answer the following. ഇവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ കാർബോണിക് ആസിഡും കൊടുത്തിട്ടുണ്ട്, കാർബാമിനോ ഹീമോഗ്ലോബിനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ 70% എന്നുള്ളത് ഡാഷ് ആണ്. അതിൻ്റെ ആൻസർ എന്താണെന്നാണ് ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റ് ആയിട്ടാണ്. മാത്രമല്ല അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എൻസൈമിൻ്റെ പേരും കൂടെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കാർബോണിക് അൺഹൈഡ്രേസ്. Question number 16. Differentiate the process of inspiration and expiration. ഇൻസ്പിറേഷനും എക്സ്പിറേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എഴുതാൻ. അപ്പം ഏത് ഡിഫറൻസ് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ 3 എണ്ണം എഴുതിയിരിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ, അറ്റ്മോസ്ഫിയറിക് എയറിന് ഇൻടേക്ക്. അൽവിയോളാർ എയർ ഈസ് റിലീസ് ഔട്ട്. അൽവിയോളാർ എയർ അതായത് നമ്മൾ എക്സ്പെൽഷൻ ഓഫ് എയർ, അതിനെയാണ്
എക്സ്പിരേഷൻ എന്ന് പറയുന്നത്. കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം, ഡയഫ്രം കൺട്രാക്ട് ചെയ്യും, റിലീസ് ഓഫ് ഡയഫ്രം. പൾമിനറി വോളിയം ഇൻക്രീസസ്, പൾമിനറി വോളിയം ഡിക്രീസസ്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം. ഇവിടെ പൾമിനറി വോളിയം ഇൻക്രീസസ് എന്ന് എഴുതിയത് കൊണ്ട് പൾമിനറി പ്രഷർ ഡിക്രീസസ് എന്ന് എഴുതാം, പൾമിനറി പ്രഷർ ഇൻക്രീസസ് എന്ന് എക്സ്പിരേഷനിൽ എഴുതാം. ഇങ്ങനെയുള്ള എത്ര കാര്യങ്ങൾ വേണമെങ്കിലും എഴുതാം. റിബ്സിന്റെ കാര്യം എഴുതാം, റിബ്സിന്റെ കൺട്രാക്ഷൻ എഴുതാം, റിബ്സിന്റെ റിലീസ് എഴുതാം. അപ്പോൾ ഏതെങ്കിലും ഒരു 3 എണ്ണമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. And question number 17. In the graph of oxygen hemoglobin dissociation curve, x-axis denote partial pressure of oxygen. X-axis PO2 ആണ്, y-axis എന്താണ് കൊടുത്തിരിക്കുന്നതാണ് question. Write any 2 factors which affect the sigmoid curve. ഏതെങ്കിലും ഒരു 2 ഫാക്ടർ. ഓക്കെ. Y-axis represents the percentage of saturation of hemoglobin with oxygen. ഓക്സിജന്റെ സാച്ചുറേഷൻ ആണ് y-ആക്സിസിലുള്ളത്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. x-ആക്സിസിൽ PO2 ആണ്, y-ആക്സിസിൽ സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഇനി ഫാക്ടേഴ്സ് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞു. PO2, PCO2, ടെമ്പറേച്ചർ ആൻഡ് H+ ion concentration. ഇനി question number 18. In the tissues, the conditions are favorable for dissociation of oxygen from oxyhemoglobin. Write any 4 favorable conditions in the tissues for the dissociation of oxygen from oxyhemoglobin. ഓക്സിഹീമോഗ്ലോബിനിൽ നിന്ന് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് മാറുന്ന പ്രോസസ്സിന് വേണ്ട ഫേവറബിൾ കണ്ടീഷൻസ് എന്തെല്ലാമാണെന്നാണ് ക്വസ്റ്റ്യൻ. ലോ PO2 ആയിരിക്കണം, ഹൈ PCO2 ആയിരിക്കണം, ഹൈ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആയിരിക്കണം, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 19. Distinguish between the following: IRV and ERV, IC and EC. ഇതൊക്കെ എന്താണെന്നാണ് ചോദ്യം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോന്നിനും ഹാഫ് മാർക്ക് ഉണ്ടാവും. IRV എന്ന് പറഞ്ഞാൽ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. സാധാരണഗതിയിലുള്ള നോർമൽ ബ്രീത്തിങ്ങിനേക്കാളും നോർമൽ ഇൻസ്പിരേഷനേക്കാളും കൂടുതലായിട്ട് ഒരാൾക്ക് എത്രത്തോളം എയറിനെ ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് IRV. അതേപോലെ ERV എന്ന് പറഞ്ഞാൽ ദ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. നോർമൽ ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് റിലീസ് ഔട്ട് ചെയ്യുന്ന എയറിനേക്കാളും എത്ര അഡീഷണൽ വോളിയം ഓഫ് എയർ ഒരാൾക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ, ERV, എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് IC? ഇൻസ്പിരേറ്ററി കപ്പാസിറ്റിയാണ്. അതായത് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. നോർമലായിട്ട് എക്സ്പയർ ചെയ്തതിന് ശേഷം എത്രത്തോളം എയർ ഒരാൾക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈഡൽ വോളിയം ആൻഡ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. TV പ്ലസ് IRV ആണ് അതിൻ്റെ ആൻസർ വരാം. ഇനി EC എക്സ്പിരേറ്ററി കപ്പാസിറ്റിയാണ്. The total volume of air a person can expire after normal inspiration. നോർമലായിട്ട് ഇൻസ്പയർ ചെയ്തതിന് ശേഷം എത്രത്തോളം എക്സ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ടൈഡൽ വോളിയം ആൻഡ് ERV. TVയും ERVയും കൂടെ കൂടിയതാണ് EC എന്ന് പറഞ്ഞാൽ. ക്വസ്റ്റ്യൻ നമ്പർ 20. Identify the graph given below. List the factors responsible for the formation and dissociation of oxyhemoglobin. ഇത് നമ്മൾ ഒത്തിരി തവണ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ ഓർമ്മിച്ച് വയ്ക്കുക. ഗ്രാഫിൻ്റെ പേര് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, ഫാക്ടേഴ്സ് PO2, PCO2, ടെമ്പറേച്ചർ ആൻഡ് H+ ion concentration. Question number 21. Analyze the concept of given below and if have mistake reconstruct it. തന്നിരിക്കുന്ന ഗ്രാഫിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇത് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2019 വന്ന ക്വസ്റ്റ്യൻ ആണ്. ലാരിങ്സിൻ്റെ ഓപ്പണിങ്ങിൻ്റെ പേര് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസിനെ ഗാർഡ് ചെയ്തിരിക്കുന്നത് ഗ്ലോട്ടിസ്. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ആൻസർ എന്താ വരാന്ന്. ലാരിങ്സ് അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ പേര് ഗ്ലോട്ടിസ് ആണ്. ആ ഗ്ലോട്ടിസിനെ ഗാർഡ് ചെയ്തിരിക്കുന്ന ലിഡിൻ്റെ പേര് എപ്പിഗ്ലോട്ടിസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അത് മാറ്റി എഴുതണം. ഓക്കെ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 22. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ, താഴെ തന്നിരിക്കുന്നത് തമ്മിൽ വ്യത്യാസം എഴുതണം. ടൈഡൽ വോള്യം ആൻഡ് റെസിജ്വൽ വോള്യം. TVയും RVയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. നമുക്ക് നോക്കാം ആൻസർ എന്താണ്. ടൈഡൽ വോള്യം ഈസ് വോള്യം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ. ഒരു സാധാരണ നോർമൽ ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് എത്രത്തോളം ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ എക്സ്പയർ ചെയ്യുന്നുണ്ടോ അതിൻ്റെ പേരാണ് ടൈഡൽ വോള്യം. ഇനി റെസിജ്വൽ വോള്യം എന്ന് പറഞ്ഞാൽ
വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്തതിന് ശേഷവും എത്രത്തോളം വോളിയം ഓഫ് എയർ അവിടെ ലങ്സിൽ ബാക്കിയിരിക്കുന്നുണ്ട്, അതാണ് റെസിജ്വൽ വോളിയം. വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. ദിസ് ഇൻക്ലൂഡ്സ് ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്തതിന് ശേഷം എത്രത്തോളം ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നു, മാക്സിമം വോളിയം, അതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിൽ ERVയും TVയും IRVയും വരും. ഇനി വാട്ട് ഈസ് ടോട്ടൽ ലങ് കപ്പാസിറ്റി? The total volume of air accommodated in the lungs at the end of forced inspiration. ഒരു ലങ്സിൽ, ഒരു പേഴ്സൻ്റെ ലങ്സിൽ എത്രത്തോളം വോളിയം ഓഫ് എയറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. സെലക്ട് ദ എൻസൈം ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. 2020 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. CO2 plus H2O giving H2CO3, HCO3 മൈനസ് പ്ലസ് H പ്ലസ് ആയിട്ട് മാറും. അതിൽ വരുന്ന എൻസൈം ഏതാണെന്നാണ് ചോദിക്കുന്നത്. റോബിസ്കോ ഉണ്ട്, സക്സിനിക് ഡീഹൈഡ്രോജനേസ് ഉണ്ട്, കാർബോണിക് അൺഹൈഡ്രേസ് ഉണ്ട്, ലിപ്പേസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. ആൻസർ കാർബോണിക് അൺഹൈഡ്രേസ് ആണ് ആൻസർ. ഓക്കെ, താങ്ക് യു.